ഓൺ. അപ്പോൾ നമ്മൾ ബോട്ട് റൈഡേഴ്സിൻ്റെ ഒരു ഇവൻറ്റിന് വന്നതാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ സ്വന്തം ടീമുണ്ട്. മനു, വിത്തേട്ടൻ, പുറംതിരിഞ്ഞിരിക്കുന്ന സുധിയേട്ടൻ, ഉമ്മറ കാണിച്ചു. നമ്മൾ അറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. ഇത് ബോട്ട് റൈഡേഴ്സ് ഇയർലി നടത്തുന്ന ഒരു ഇവൻ്റാണ്. ഫ്രീ സൈക്ലിംഗ് ജേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാകാറുണ്ട്. ഏകദേശം 100+ മെമ്പേഴ്സ് ഉണ്ട്. റിദുൽ ബ്രോ വന്നിട്ടുണ്ട്. റിദുൽ ബ്രോ തിരക്കിട്ട പണിയിലാണ്. നാഷണൽ സൈക്ലിസ്റ്റ് അനീസ്ക. സീറ്റ് ഇപ്പോഴും കുടുക്കിയിട്ട് 2 സ്ക്രൂ ബാക്കിയാന്നാ പറയുന്നത്. ബ്രോ XXL ബ്രോ. Hey, Dubai is back. Habibi, coming to Kerala. മലയാളമായിരുന്നു കംസൊക്കെ പറയാനുള്ളത്. ആ ഉഷാറല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ദുബായ് റൈഡർക്ക് സൈക്കിൾ കിട്ടി. എന്താ സ്ഥിതി? ഓക്കെ അല്ലേ? ഓക്കെ സെറ്റല്ലേ? അപ്പോൾ വണ്ടി സെറ്റ്, ഹെൽമെറ്റ് സെറ്റ്, ഒക്കെ സെറ്റ്. ടീമൊക്കെ ഇവിടെ ഫുൾ സെൽഫി എടുക്കൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴാണ് കണ്ട് ഇതിൻ്റെ അടിയിൽ സൈക്കിൾ റിതം എന്നുള്ളതിൻ്റെ അടിയിൽ റിഷാദ് നിർത്താല്ലേ? ഇത് കാണിച്ചത് നമ്മളെ ഫൈസൽക്കാണ്. ഗേറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. കോഴിക്കോട്ടെ പൂർവികകാല സൈക്ലിസ്റ്റ്, കോഴിക്കോടിൻ്റെ ആവേശം, കോഴിക്കോടിൻ്റെ ആനന്ദം. അടിച്ചു പൊളിക്കാന്ന്. ഇന്നത്തെ റൈഡ് നമ്മൾ വെണ്ണക്കോടേക്കാണ്. ബാക്കി ശേഷം കാണാം. സൈഡ് കീപ്പ് ചെയ്യാൻ 2 ലൈനായിട്ട് പിടിക്കാം കേട്ടോ. സൈഡ് കീപ്പ് ചെയ്യാൻ 2 ലൈനായിട്ട് പോവാ. ഇപ്പോൾ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. നമ്മൾ അബിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 2 ലൈൻ കീപ്പ് ചെയ്യാം കേട്ടോ. സൈഡ് 2 ലൈൻ കീപ്പ് ചെയ്യാം. Yes. Side keep ചെയ്യാ, 2 line keep ചെയ്യാ ട്ടോ. Side keep ചെയ്യാ, 2 line keep ചെയ്യാ. തുടക്കത്തിൽ തന്നെ കിട്ടി പണി. ഹംസക്കാണ് വണ്ടിന്റെ കുട്ടികൾ കളിക്കുന്ന വണ്ടിയാ, ബാറ്ററി ഇട്ട് ഓടിക്കുന്നത്. ബാറ്ററിയിൽ ഓടുന്ന നമ്മളിത് 5ാം വയസ്സിൽ നിർത്തിയതാ. മൂപ്പർ ഇപ്പോഴും 5 വയസ്സായിട്ട് പറയുമ്പോ ലക്ഷങ്ങൾ കൊടുത്തേക്ക്. അതെ എന്താ പറ്റിയ ഇതിന് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു. അത് മൂപ്പരെ എന്താ പറയാ കാറിന്റെ കേരള കുറച്ച് ബാക്കിലായി പോയിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ ഹംസഖാൻ്റെ വണ്ടി പണിയിട്ടുകൊണ്ട് അവിടെ ആയിരുന്നു. ആ ഓക്കെ. നിങ്ങൾ പ്രോസ് ബാക്കിലുണ്ടോ? സാബ് ഇതേതൊരു പ്രോ?
ഗൈസ് നമ്മളെ അമൽജി ബാക്കിലേ ചവിട്ടും. എന്താ വെച്ചാൽ ഒന്നെങ്കിൽ പുറകിൽ അല്ലെങ്കിൽ ബാക്കിലേ ചവിട്ടാൻ പറ്റും. ഇവരെ കൂടെ ആ ഒരു പേസ് ചവിട്ടാൻ പറ്റില്ല എന്നാണ് അമൽജി പറയുന്നത്. അല്ല അമൽജിക്ക് സ്പ്രിന്റ് അടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അമൽജി ബാക്കിലാണ്. എന്നിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇടയ്ക്ക് സ്പ്രിന്റ് അടിക്കാന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത എല്ലാ ബോട്ടിലും പ്ലാസ്റ്റിക്കും നമ്മൾ തിരിച്ചു വാങ്ങുന്നുണ്ട്. എന്റെ കറലോട്ടായിട്ടില്ല. ഏകദേശം 110ഓളം റൈഡേഴ്സ് ഉണ്ട്. എരഞ്ഞിപ്പാലം സിഗ്നൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രോസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ക്രോസിംഗ് വീഡിയോ എടുക്കാൻ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഫ്രണ്ട് പോയി. വി ആർ അഗെയിൻ ബാക്കിലായി ഗൈസ്. നമ്മളെല്ലാ ഇവൻറ്റിലും ഇങ്ങനെ തന്നെയാണ്. ഒന്ന് വീഡിയോസ് എടുക്കാനുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുണ്ടാവും. ബോട്ട് റൈഡേഴ്സൊക്കെ നമ്മളെ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. അതിൽ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമല്ലോ. നമ്മൾ മലാപ്പറമ്പ് സിഗ്നൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ജാഡിയുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗോപുബ്രോ ഉണ്ട്, ഫൈസൽക്കാർക്ക് മുന്നിൽ പോകുന്നുണ്ട്. അടുത്തൊരു സ്റ്റോപ്പ് എടുത്താണ് വെള്ളിമാട് കുന്ന്. വെള്ളം അടിക്കുന്നു, മരിക്കുന്നു. അല്ലടാ, കുറേ ആൾക്കാർ നല്ല ബാക്കിലാണ്. നമ്മളെ കോയൻകോൻ്റെ റൈഡർ വിഷ്ണു ബ്രോ എത്തിയിട്ടുണ്ട്. റെക്കോർഡിങ്ങാ വാൻഡ്രൈസല്ലേ ഗ്ലൗ എടുത്തില്ലേ? എങ്ങനെയുണ്ട് പാഡ്? ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ പോയാലോ? ചായ ചന്ദ്രേട്ടന് ടീമിന് അടുത്ത പണി കിട്ടി. പഞ്ചറാ കുറവുണ്ടോ? അത്യാവശ്യം ഉണ്ടല്ലോ, അതിൽ പോവാൻ നമുക്ക്. അത് പഞ്ചറാണോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തോന്നും. ഗൈസ്, നമ്മൾ അമൽജി നിധിയേട്ടനൊന്നും കിട്ടുന്നില്ല. പ്രോ റൈഡേഴ്സ് മഞ്ചൗട്ട്. നമ്മളെ വീഡിയോ വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാകുന്ന നമ്മുടെ സ്വന്തം നിധിയേട്ടനെ കിട്ടുന്നില്ല ഗൈസ്. മറ്റേ അടിപൊളി കാലാവസ്ഥ. വെയിൽ സൂര്യൻ അപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. നമ്മളെ പ്രേക്ഷകർക്ക് മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ കഥ പറഞ്ഞുള്ള സൈക്കിളോട്ട്. മറ്റേ ഫിറോസ് ഖാക്ക് ലക്ഷ്മണൻ പോലെ. നിങ്ങളെ വീട്ടിൽ നമ്മളെ കുട്ടി സബ്സ്ക്രൈബർ സ്ഥിതി നമ്മൾ കാണലുണ്ടോ? വിഷ്ണു സെറ്റല്ലേ? ഓക്കെ അല്ലടാ? എയറുണ്ടടാ? അത്യാവശ്യം ഉണ്ട്. 120 ഇല്ലാന്നേ ഉള്ളൂ. എനിക്ക് 90 ഒക്കെ ഉണ്ടാവും. കാരന്തൂരെത്തി. ടെക്നിക്കൽ സപ്പോർട്ട് ടീം തോന്നുന്നു. ദുബായ് 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 ദുബായ്.
പതിമംഗലം ക്ലൈംബ്. ഭായ് സോ ഫൈനലി നമ്മളെത്തി. നമ്മളെ ചാനലിൽ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം. നമ്മൾ വിളിച്ച ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും. അതാണ് നമ്മളെ ബന്ധം. നമ്മള് ഫുഡ് കഴിക്കാണ്. എന്തൊക്കെയാണല്ലോ സാബേ ഫുഡ്? ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, ചട്നി ഉണ്ട്. ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ഇഡ്ഡലി വട. പരിപാടി ഉഷാറായിട്ടോ. നമ്മള് ബോട്ട് റൈഡിൻ്റെ ഇവന്റ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് വീക്ക് വെലോവുട്ടി റേസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയ പ്രാക്ടീസ് എന്നോണം നമ്മൾ ജസ്റ്റ് അടിവാരം വരെ പോവാണ്. നമ്മുടെ റിതുൽ ബ്രോ, അനീസ് എല്ലാം ചുരം കയറുന്നുണ്ട്. അപ്പോൾ ചുരം കയറാനാവുന്നില്ല. പിന്നെ അവർ അത്യാവശ്യം നല്ല പേസിൽ ചവിട്ടുന്നു. അവരെ കൂടെ ചവിട്ടാൻ പറ്റിയില്ല, കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ എന്തായാലും അടിവാരം വരെ ചവിട്ടാണ്. സൂര്യൻ ഉദിച്ചു, സൂര്യൻ ഉദിച്ചു. വെയിൽ തലക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ ചവിട്ടി നേരെ ഇതാ വയനാട് 4-ാം വളം എത്തി. ഇവിടെ വരെ വരാൻ നമ്മൾ പ്ലാൻ ചെയ്ത്. സം പ്രോ ചർച്ചസ് ഓൺലി. ദുബായ് തള്ളൽ. അങ്ങനെ നമ്മൾ നേരെ അടിവാരത്തെത്തി. ഓരോ ചായ കുടിച്ചിരിക്കുകയാണ്. സുധിയായിട്ട് ഊട്ടി പോയാരോ ഉപ്പിട്ട നാരങ്ങ സോഡക്ക് പോയാരോ പുതിയ സാധനം കണ്ടിട്ട് സുധിയേട്ടാ ഉപ്പിട്ട ഉപ്പിട്ട നാരങ്ങ സോഡ. സോഡ സർബത്തിൽ ഉപ്പിട്ടിട്ട് സ്വീറ്റ് ആൻഡ് സാൾട്ട്. നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ബാക്ക് ടു ഹോമാണ്. കൈ വിട്ട് ഫോണൊക്കെ ഓടിക്കുന്നു. നമ്മൾ തിരിച്ച് താമരശ്ശേരി എത്തി. എല്ലാവരും ഏറെക്കുറെ ഡൗൺ ആയിട്ടുണ്ട്. നല്ല വെയിൽ. നമ്മൾ മാച്ച് ഗ്രില്ലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡ്